the highs and lows of life, even through troubles of life, we have a responsibility to praise Him. ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഇന്നില്ല. We are missing many among us this morning. ഒത്തിരി പേര് യാത്രകളിലാണ്, ദൂരത്താണ്. Many of them are in distant places and also traveling. പലരും സൗഖ്യമില്ലാതിരിക്കുന്നു. Many are not feeling well in their bodies. എങ്കിലും ഇത്രയും പേർക്ക് കടന്നു വരുവാൻ, ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവസരം നൽകിയല്ലോ. I thank God for the opportunity God has given at least this many people to be together this morning. ആരാധന മധ്യേ നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയട്ടെ. I also thank God for the presence of the Lord among us. ഹല്ലേലൂയ. Amen. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. That is the most important thing. ആളുകളുടെ കുറവോ പെരുപ്പമോ ഒന്നുമല്ല കാര്യം. And it is not the number that matters, but it is the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടോ എന്നുള്ളതാണ്. It is what is important is the presence of the Lord among us. ഇന്ന് രാവിലെ അത് അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. And I thank God for allowing us to experience that presence. ചില മിനിറ്റുകൾ കൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുവാൻ ഇടയാകട്ടെ. Let's be in the presence of the Lord as the word of God is speaking to us. ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്ന വളരെ പോരാട്ടങ്ങളോടെ കഴിക്കേണ്ട ഒന്നാണ്. And Christian ministry is something that we have trials and challenges ahead. ചിലപ്പോൾ ഞാൻ ഓർക്കും, ഒരു കാരണവും ഇല്ലാതെ എന്തിനാ ഈ പോരാട്ടങ്ങൾ? And sometimes I wonder, without any reason, why do we face troubles? ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, ആളുകൾ വെറുതെ പറയുന്നതാണോ ഈ പോരാട്ടം എന്ന് പറയുന്നത്? And I sometimes wonder, is people talking about trials, is that just making that up? പക്ഷേ ഒരു സ്പിരിച്വൽ ഒപ്രഷൻ ഉണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള വലിയൊരു പോരാട്ടമുണ്ട് എല്ലാ ശുശ്രൂഷകളുടെയും നേരെ. But there is truly a spiritual oppression against every ministry, everything that we do. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കർത്താവിൻ്റെ സന്നിധി ജീവിപ്പാനും നമ്മൾ ഒരുമിച്ച് ആരാധിപ്പാനും ശുശ്രൂഷിപ്പാനും എല്ലാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. So it is very important that we need to be alert and careful in the presence of God as we are doing things. ഇന്ന് രാവിലെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എന്തുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കുവാൻ ഇടയായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know why I selected this passage this morning. That's not the one. It's a different one. Isaiah chapter 51 verse 5 please. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ് ഇന്ന് ഞാൻ സംസാരിപ്പാൻ തിരഞ്ഞെടുത്തത്. For today's message I have chosen Isaiah chapter 51 verse 5. പല ഭാഗങ്ങൾ, പല മെസ്സേജസ് ഒക്കെ അതുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്തു. I have spent on this passage many time last week. പല പാസേജുമായിട്ട്, പല മെസ്സേജസുമായിട്ട്. With many messages I struggled last week. ചിലത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, പക്ഷെ അതിനൊന്നും ഒരു ലീഡിങ് കിട്ടിയില്ല. ഞാൻ പിന്നീടാണ് ഈ ഭാഗം തിരഞ്ഞെടുത്തത്. I started preparing different messages, but I did not receive any leading, so I chose this passage. ഒരുപക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ചിലരോട് ഇതിലൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe the Holy Spirit is going to speak to some of us this morning. ദൈവത്തിന്റെ കരത്തിന് വേണ്ടി, അവന്റെ ഭുജത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. And waiting for the arm of the Lord is the subject. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Isaiah chapter 51 verse 5 we read, എന്റെ നീതി സമീപമായിരിക്കുന്നു, my righteousness draws near speedily, എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു, my salvation is on the way, എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കുന്നു, and എന്റെ ഭുജങ്ങൾ my arm will bring justice to the nations. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, the islands will look to me, എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു, and wait in the hope of my arm. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒരു കമാൻഡായിട്ടല്ല നമ്മുടെ അടുക്കൽ വരുന്നത്. Isaiah chapter 51 verse 5 is not given us as a command. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആയിട്ടായത് നമുക്ക്. It is an announcement that is come forth as comforting us. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് വാസ്തവത്തിൽ മേ ബി ഓൺ ദ വേർജ് ഓഫ് ഗിവിംഗ് അപ്പ്. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്നു, ദൈവത്തിൻ്റെ കരത്തിനായിട്ട്, ദൈവത്തിൻ്റെ ഭുജത്തിനായിട്ട് കാത്തിരുന്നു, അവൻ്റെ പ്രവൃത്തിക്കായിട്ട്, അവൻ നൽകുന്ന വിടുതലിനായിട്ട് കാത്തിരുന്നു. കർത്താവേ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? I am wondering if any of you sitting here talking about, I have waited on the Lord, I have asked this particular thing,
but I'm almost to give up. Any of you sitting here that way? ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്? And if you are sitting here thinking that there is no hope ahead of you, ഒരു റൊട്ടീനായിട്ട് ഒരു ഫോർമാലിറ്റി ആയിട്ട് ചർച്ചിൽ വരുന്നു, പോകുന്നു, വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? if any of you thinking that if you are going through the routine or the motions of life, just coming to church and going home, and that's all there is. ഞാൻ എത്ര നാളായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുക, ഇതുവരെ കർത്താവേ ഞാൻ നിന്റെ കരം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. And some of you may say, I have waited on the Lord for so long, but I don't see the arm of the Lord working on my behalf. ഇനിയും ഞാൻ എന്തിനു കാത്തിരിക്കണം എന്ന് പറയുന്നവരുണ്ടോ? There may be some of you saying, why should I wait any longer? സങ്കീർത്തനക്കാരൻ പലപ്പോഴും പറയുന്നുണ്ട് അല്ലേ, Psalmists often say, ഞാൻ വലിയ പ്രയാസങ്ങളിൽ കൂടെ പോവാ, നിനക്കായിട്ട് കാത്തിരിക്കുക. I'm waiting on the Lord. I'm going through very tribulations and challenges. പക്ഷേ യഹോവയായ കർത്താവേ, നീ ദൂരത്ത് നിൽക്കുകയാണ്. But you seem like you're far away, Jehovah. കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുകയാ. You are in my troubles that you are hidden. എന്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അടുത്തു വരേണ്ട നീ മറഞ്ഞിരിക്കുകയാ. But during my trials and tribulations, you are supposed to be close to me, but you are hidden. യഹോവയായ കർത്താവേ, ഞാൻ ഇനിയും എന്തിനായി ഏതൊന്നിനായി കാത്തിരിക്കണം? Lord, why should I wait for? How long should I wait for? കാത്തിരുന്ന് ഞാൻ മടുത്തെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Any of you saying, I'm tired of waiting on the Lord? ജീവിതത്തിന്റെ വിവിധ സമയങ്ങളിൽ കർത്താവിനോട് ഇത് പറഞ്ഞിട്ടുള്ളവരായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ പലരും. Some of you may have asked this or said this to the Lord during your lifespan. കാത്തിരുന്ന് മടുത്ത പലരും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം. Maybe some of you got tired and really lost patience waiting on the Lord. ദൈവത്തിന്റെ വെയിറ്റിംഗ് റൂമിൽ കൂടെ പോയി കാത്തിരുന്ന് എപ്പോഴായി വെയിറ്റിംഗ് റൂം തീരുന്നതല്ലേ? You have been in the waiting room for the Lord, and how long and when will this waiting will be over? ഈ ടണല്, ഈ വലിയ ഈ പ്രകാശമില്ലാത്ത ഇരുളടഞ്ഞ പാത എന്നാ അവസാനിക്കുന്നത്? When would this dark place and there is no light at the end of the tunnel, when would that experience be over? ഞാൻ ചോദിച്ചിട്ടുണ്ട്. I have asked that question. ഞാൻ അങ്ങനെയുള്ള പാതകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. I have walked through those ways. കാത്തിരിപ്പ് ദീർഘമാകുന്നെന്ന് തോന്നുമ്പോൾ, when you feel like your waiting is longing, give up ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. when you have a tendency to give up, ദൈവം തന്റെ മഹാകരുണയോടെ നിലനിർത്തിയല്ല. and God in his great mercy has sustained me. ഹല്ലേലൂയ. Amen. നമ്മൾ പലരും ഒരുപക്ഷെ വളരെ ക്ഷീണിച്ച് തളർന്നു പോയി കാണും. Many of you may have gotten weary and tired. ഇന്നും ഒരുപക്ഷെ പലരും വളരെ ക്ഷീണത്തോടെ ദൈവസന്നിധിയിലായിരിക്കും. And maybe you are in the presence of the Lord very tired today. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കാര്യങ്ങൾ. But it's like yesterday, today's things will be. നാളെയും ഇങ്ങനെ തന്നെയായിരിക്കും. And tomorrow will be the same. ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. And no change is going to happen. അങ്ങനെ മടുപ്പിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നു? If any of you are saying those words of discouragement, മടുത്ത് കർത്താവേ, ഞാൻ ഇതിൽ കൂടെ കടന്നുപോയി. Lord, I am tired. I'm tired of going through this ഞാൻ way. എത്ര നാൾ ഇത് വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you saying that, how long do I need to bear this pain? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. But dear children of God, let me remind you, നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരാമമുണ്ട്. there is an end to our waiting. നമ്മളെ യഹോവയെ കാത്തിരിക്കുന്നവർ, അവനിൽ പ്രത്യാശിക്കുന്നവർ, നമ്മുടെ ഉള്ളം ക്ഷീണിച്ചു മടുക്കണ്ടെന്ന ദൈവത്തിന്റെ വചനം. The word of God says, don't need to be tired in your presence of the Lord, that you don't need to be. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ മടുക്കുന്നത് എന്ത്? Oh my soul, why are you sad and tired? യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, അവനെ തന്നെ കാത്തിരിക്കുക. Put up your hope in the Lord and wait on the Lord. ഹല്ലേലൂയ. Amen. ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. I remember reading an illustration. മെഡിറ്ററേനിയൻ കടലിൽ കൂടെ, സമുദ്രത്തിൽ കൂടെ ഒരു കപ്പൽ പോവുകയായിരുന്നു. And a ship was sailing through the Mediterranean Ocean. ഒരു കണ്ടേജിയസ് ഡിസീസ് ഒരാൾക്കുണ്ടായതുകൊണ്ട് ആ കപ്പൽ ഒന്ന് ക്വാറന്റൈൻ ചെയ്യേണ്ടി വന്നു. As somebody on the ship had a contagious disease, so the ship was under quarantine. ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആ കപ്പലിലുണ്ടായിരുന്നു. A French engineer was one of the travelers on the ship. കൺഫൈൻമെന്റും ക്വാറന്റീനും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല. And he did not like the confinement and quarantine that was established. ഒരുപാട് സമയം അങ്ങനെ വ്യർത്ഥമായിട്ട് കളയണമല്ലോ എന്ന് വിചാരിച്ചു. He felt like his time was being wasted. അപ്പം ടൈം പാസിന് വേണ്ടി അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫി, ചാൾസ് ലേ പെറി എന്ന് പറയുന്ന ആളിന്റെ ഒരു ഓട്ടോബയോഗ്രഫി എടുത്ത് വായിക്കാൻ തുടങ്ങി. So as he was waiting, and he started reading an autobiography of Charles Lay. ചാൾസ് ലേ നടത്തിയിരുന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്. ഈ റെഡ് സീയെയും മെഡിറ്ററേനിയൻ
കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി. So this man who wrote a feasibility study of connecting the Mediterranean and the Red Sea. അപ്പോൾ ഈ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ ഈ ഓട്ടോബയോഗ്രഫി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു പ്ലാനിങ്ങിനെ ഉണ്ടായി. So as he was reading the autobiography, he had a plan in his mind. എന്തുകൊണ്ടൊരു കനാൽ നിർമ്മിക്കുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കിക്കൂടാ? Why can't we have a canal connecting these two places? അങ്ങനെ ആ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് സൂയസ് കനാൽ ഉണ്ടായത്. As he was waiting on the ship, and that's why the idea of the Suez Canal was formed. 1869 അത് കംപ്ലീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലായിരുന്നു. He was the lead engineer in 1869 when that canal was finished. ആ കപ്പലിലെ ഐസൊലേഷനും കാത്തിരിപ്പും അദ്ദേഹത്തെ നടത്തിയത് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്കാണ്. And as he was waiting patiently or impatiently in the ship, this led to this idea that he had. നമ്മളെ എല്ലാം കാത്തിരിപ്പിന് ദൈവം അനുവദിക്കുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. As the Lord allows us to wait on him, that God has a plan for us. വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാനായിട്ടല്ല കർത്താവ് നമ്മളോട് കാത്തിരിക്കാൻ പറയുന്നത്. It is not to waste our time as we are waiting on the Lord. നിങ്ങൾ ഏത് ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും എടുത്തു നോക്കിയോ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തു നോക്കിയോ, അവരെല്ലാം വെയിറ്റിംഗ് റൂംസിൽ കൂടെ പോയവരാണ്. If you look at any man of God or woman of God, God has used throughout the scriptures or anywhere, they all went through a waiting experience or a waiting room experience. എത്രയധികം അവരെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു, അത്രയധികം അവരെ വെയിറ്റിംഗ് റൂംസിൽ കൂടെ കടത്തിവിട്ടു. And how much long God had bigger plans for him, he made them wait much longer. മോശയെ പോലെ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസൻ. And a man like Moses, God has used tremendously. ലക്ഷങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്ന് നയിക്കേണ്ട ദൗത്യം അവനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. And God was going to give him the responsibility of delivering millions from Egypt. കാത്തിരിപ്പ് എത്ര വർഷമായിരുന്നു? How long did he wait? 40 വർഷം മിസ്രൈമ കൊട്ടാരത്തില്. And 40 years in the palace of Pharaoh. 40 വർഷം മിദ്യാന്യ മരുഭൂമിയിൽ. And 40 years in the Midian in the desert. കാത്തിരിപ്പിനെ കുറിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Any of you tired of waiting? നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If you are discouraged, കാത്തിരിപ്പ് ദീർഘമാകുന്നെന്ന് തോന്നും തോറും, as you wait on waiting impatiently, നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, if you are trusting in the Lord, ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുമെന്ന് and God's plans will be revealed very clearly to you. ഇന്ന് രാവിലെ എത്ര പേര് ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റും? How many of you courageously lift your hands and praise God this morning? മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾക്കായി സ്തോത്രം എന്ന് എത്ര പേര് How പറയാം? many of you will say thank you Lord for the prayers that have not been answered? കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, നമ്മുടെ ദൈവം സോവറിനാണ്, പരമാധികാരിയാണ്. We often say God is sovereign. സോവറിനായിട്ടുള്ള ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയണമെന്നില്ല. And sometimes if God is sovereign, we may not understand or recognize his അത് നമ്മൾ ways. നേരിട്ട് നമ്മുടെ ദൃഷ്ടികൾക്ക് വിഷയീഭവിക്കണമെന്നുമില്ല. We may not see that plan revealed to our naked eyes. ദൈവം പലപ്പോഴും സ്ട്രേഞ്ച് ആയിട്ട് സൈലന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കും. God may often use strange and silent ways to do his things. ഇപ്പോഴും കർത്താവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. And his hands are constantly working and moving നമ്മുടെ on our കാത്തിരിപ്പിന്റെ behalf. മധ്യേ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even among our waiting, God is working on our behalf. ഞാൻ കാത്തിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. There are many things I am waiting on. അതിനെക്കുറിച്ച് ഞാൻ ലജ്ജിച്ചു പോകാതെ മടുത്തു പോകാതെ, For those things I'm waiting, I'm not ashamed or got ഒരു tired of. സോവറിനായിട്ടുള്ള പരമാധികാരിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ, If I trust in a sovereign God, അവൻ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. and I truly believe he is working silently behind the scenes. സർക്കംസ്റ്റാൻസസിനെ, സാഹചര്യങ്ങളെ പലതും സൃഷ്ടിക്കുന്ന ഈ ദൈവം തന്നെയാണ്. And he is the one creating the circumstances for us. എങ്ങനെയാണ് ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. God knows how to end this waiting. അതിന്റെ ടൈമിംഗ് ഈ ദൈവത്തിന് അറിയാം. He knows the timing. ഏത് വിധത്തിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് ദൈവത്തിന് അറിയാം. And the Lord knows how to respond or give you a response to your prayers. ഇന്ന് രാവിലെ നമ്മുടെ വെയിറ്റ് ടു ലോങ് ആയി കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്, If you are saying that Lord, I'm tired, it is too long of a wait, ദൈവത്തിന്റെ ആത്യന്തിക നന്മയിൽ ആശ്രയിക്കാം. we need to trust in the hand of God and the one that works for us. ഇന്ന് രാവിലെ നമ്മൾ പാടിയില്ലേ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. We sang this morning, it is well with my soul.
എത്ര പ്രയാസകരമായ സാഹചര്യത്തിൽ അത് ഉളവായി വന്നൊരു ഗാനമാണ്. And you know the history of that song, how it evolved. തൻ്റെ കുട്ടികൾ എല്ലാം മരിച്ച് ഭാര്യ മാത്രം ജീവനോടെ കിട്ടിയപ്പം ഒരു ദൈവദാസൻ രചിച്ച അതേ സ്ഥലത്ത് തൻ്റെ ഉള്ളിലേക്ക് വന്ന ഗാനമാണെന്ന് നമുക്കറിയാം. We know that is a song when this man Spafford lost all his 4 daughters in a shipwreck, and he came to the same place. That's where that song was evolved. എന്നാലും പറയാൻ പറ്റിയ it is well with my soul. And he even said that even through that experience he's saying it is well with my soul. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം, അതിനകത്ത് കംപ്ലൈന്റിന്റെ ഒരു ലേശം പോലും ഇല്ല. If you look at the words of the song, there is not even an ounce of complaint. കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ചോദിക്കുന്ന ഒരു ലൈനും ഇല്ല ആ പാട്ടിൽ. And he never asked the Lord, why did you do this to me? ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് അവന്റെ പദ്ധതികൾക്കായിട്ട് അവന്റെ പ്രവൃത്തിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രമേ കാണാനുള്ളൂ. And he only see that he is trusting in the Lord, his sovereignty, and only praising him for what he has done. അതൊക്കെയാ മഹത്തായ ക്രിസ്തീയ ജീവിതം. And that is what great Christian life is all about. Hallelujah. Amen. എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും it is well with my soul? How many of you can say it is well with my soul? ഞാൻ നന്നായിരിക്കുന്നു. I am doing well. ക്രിസ്തുവിൽ ഞാൻ In നന്നായിരിക്കുന്നു. the Lord I trust that I am doing well. അവനിൽ ഞാൻ ആശ വയ്ക്കുന്നത് കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു. Because I put my hope in him, I am doing well. Hallelujah. Hallelujah. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒന്നാമത് കർത്താവ് പറയുക, കർത്താവിന്റെ പ്രോമിസാ കാണുന്നത്. The first thing that we see is God's promise. എന്റെ നീതി സമീപമായിരിക്കുന്നു. My righteousness is near to you. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ covenant faithfulness നമ്മോട് അടുത്ത് വരുന്നുകൊണ്ടിരിക്കുക. And that means his covenant faithfulness is drawing closer to us. അവൻ നമ്മളോട് ഒരു നിയമം ചെയ്തതാ അല്ലേ? He has made a covenant with us. തന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. That is part of his faithfulness to us. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാത്തതാ. His faithfulness never changed. അവൻ നമ്മെ വിളിച്ചു, അവൻ നമ്മെ വേർതിരിച്ചു. He has called us and separated us. ആ സമയത്ത് അവൻ നമ്മോട് ഒരു നിയമം കഴിച്ചിട്ടുണ്ട്. When that happened, he made a covenant with us. ആ നിയമത്തിന് അവൻ ഭംഗം വരുത്തുകയില്ല. And he will never violate that covenant he made with us. അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരികയില്ല. His faithfulness will never cease to end. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe that this morning? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല. His faithfulness never will cease. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനായ ദൈവം. He is the same yesterday, today and tomorrow. അവൻ ദൈവം പറയും എന്റെ നീതി സമീപമായിരിക്കുന്നു. And my righteousness draw unto നീ you. നീതികേട് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. You only see unrighteousness today. എന്നാൽ എന്റെ നീതി സമീപമായിരിക്കുന്നു. But my righteousness is near to you. അത് നിനക്ക് സമീപമുണ്ട്. It is very close to you. ഇന്ന് മുറിഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുന്ന ആളുകളോട്, If anybody is sitting here with a wounded heart, കലങ്ങിയ മനസ്സോടെ ഇരിക്കുന്നവരോട്, if you are disturbed in your mind, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, the Holy Spirit is speaking to you. എന്റെ നീതി നിനക്ക് സമീപമായിരിക്കുന്നു. My righteousness is very close to you. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മെ ശിക്ഷിക്കുവാനായി, പണിഷ് ചെയ്യുവാനായിട്ട് മാത്രം കാത്തിരിക്കുന്നതല്ല. God's righteousness is not only there to punish us. അത് പറയുന്ന ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And it says that God is working on your behalf. എനിക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The things that are mysterious to me, He is continuing to work on my behalf. അതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. I thank God for those things. അവന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് I സ്തോത്രം. thank because He is working behind the scenes. യെശയ്യാപ്രവചനം 46-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Isaiah 46 verse 13 we read, ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു. I have brought my righteousness close to അത് you. ദൂരമായിരിക്കുന്നില്ല. It is not distant. എന്റെ രക്ഷ താമസിക്കുകയുമില്ല. My salvation will not delay. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എന്റെ മഹത്വവും നൽകും. I will give my salvation to Israel and my glory to them. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന നമ്മ ഓരോരുത്തരോടും പറയുകയാണ്. The Holy Spirit is speaking to each one of us here this ഞാൻ എന്റെ morning. നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു. I have brought my righteousness close to you. ദൈവത്തിന്റെ covenant faithfulness എന്റെ അടുത്തുണ്ട്. His covenant faithfulness is near us. അവന്റെ covenant faithfulnessന് മാറ്റം വരികയില്ല. His covenant faithfulness will never change. മകളെ അത് നിന്റെ അടുത്തുണ്ടെന്നാ ദൈവം Dear പറയുന്നത്. brother and sister, that is very close to you, it says. എന്റെ നീതിയെ ഞാൻ അടുത്തു വരുത്തിയിരിക്കുന്നു. And I have brought my righteousness close to you. ദൈവത്തിന്റെ നീതി breaking into our present condition. His righteousness is breaking into our present condition. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ നീതി ഇങ്ങനെ
പൊട്ടി വീഴുകയാണ്. And today's problems and challenges, the righteousness of God is bringing and brought forth. ഞാൻ ഇന്ന് നേരിടുന്ന സാഹചര്യങ്ങൾ എങ്ങനെ അതിനെ നേരിടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how to face the challenges that I'm facing today. പക്ഷേ ദൈവത്തിന്റെ നീതി, അവന്റെ covenant faithfulness എൻ്റെ ജീവിതത്തിലേക്ക് വരിക. But his covenant faithfulness is in my life. I know that for sure. ഇതൊരു ഫ്യൂച്ചർ കോൺസെപ്റ്റ് ആയിട്ടല്ല പറയുന്നത്. It is not talking about something to come. കർത്താവ് പറയും, ഇപ്പോൾ നിന്റെ അടുത്ത് വരുത്തിയിരിക്കുന്നു. But the word of God says it is right now near you. ഇവിടെ നമ്മൾ ആയിരിക്കുന്നിടത്ത് ദൈവം അത് അടുത്ത് വരുത്തിയിരിക്കുന്നു. As you're sitting here in your presence, the covenant is നമ്മുടെ there. സാഹചര്യങ്ങളിൽ അത് ദൈവം അടുത്ത് വരുത്തിയിരിക്കുക. In your situations, he has brought it close to you. നമ്മുടെ പ്രാർത്ഥനകളിൽ അവന്റെ covenant righteousness അവൻ അടുത്ത് വരുത്തിയിരിക്കുക. In your prayers, he has brought the covenant righteousness close to you. It's working even when we cannot see it. നമുക്ക് കാണാത്ത പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കണ്ടുകൂടാ, എനിക്ക് കാണാൻ വയ്യ, പക്ഷേ അത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. I cannot see with my naked eyes, but it is happening with you and behind you. Hallelujah. 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 Amen. നീ അറിയാത്ത, നീ കാണാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിക്കും എന്ന് കർത്താവ് പറയുക. The word of God says, I will reveal to you things that you have never imagined or seen. എനിക്ക് കണ്ട് എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്കത് കാണുവാൻ കഴിയുകയില്ല. You may not be able to see with your naked eyes. എന്നാൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. But my Lord is working. അവൻ നിശ്ചലനായി ഒരിക്കലും ഇരിക്കുന്നില്ല. He will never be idle. എൻ്റെ ജീവിതത്തിന്മേൽ എനിക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളിന്മേൽ അവന്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. All the promises he has made to me, his covenants he has made to me, he is working on those covenants. എനിക്ക് നൽകിയിട്ടുള്ള ചില വാഗ്ദത്തങ്ങളുണ്ട്. There are some promises that is given to you. General promises മാത്രമല്ല. Not only the general promises. ദൈവത്തിന്റെ വചനത്തിലൂടെയും എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവത്തിലൂടെയും എനിക്ക് ലഭിച്ച ചില വാഗ്ദത്തങ്ങൾ. There are some things that I've received through my personal relationship with the Lord. ദൈവത്തിന്റെ ആത്മാവിനാൽ പലരിലൂടെ എനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളുണ്ട്. There are other promises that is given to me by the Holy Spirit through others. അവയൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And I have seen all those things fulfilled. ഇനിയും പൂർത്തീകരിക്കപ്പെടാത്തതുണ്ട്. It will continue. There are things that are not fulfilled. അവയുടെ മേലും എൻ്റെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. I know he is working on those promises as എൻ്റെ well. നീതിയെ ഞാൻ അടുത്ത് വരുത്തിയിരിക്കുകയാണ്. And my righteousness is drawing near to you. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us praise the Lord. എനിക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ, Even when I am not able to see, എൻ്റെ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. my Lord is continuing to work on those things. അവന്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. His arm is continuing to work on my അതിനാ behalf. ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്ന് പറയാം. Because of that I am praising you, Lord. Let us say. വിശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിടാം ഇന്ന് രാവിലെ. In this morning, let us say those praises of words of praise. അവിശ്വാസത്തിന്റെയും വാക്കുകളല്ല. Not the words of discouragement. ദൈവത്തിന്റെ നീതി എനിക്ക് അടുത്ത് വരുന്നു. His righteousness is very near to me. അവന്റെ വിശ്വസ്തതയുടെ ഭാഗമായി നീതിയെ ഞാൻ കാണാൻ പോവുകയാണ്. Because of his faithfulness, his promise, and I'm going to see his righteousness. Hallelujah. Hallelujah. രണ്ടാമത്തെ കാര്യം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. The second thing we see in that area, ദൈവം പറയുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. the word says, my salvation is on the way. Action of God's power has already begun. ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനം ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണെന്നല്ല പറയുന്നത്. He is not saying that I'm going to work. കർത്താവ് പറയുന്നത് ഞാൻ ഓൾറെഡി പ്രവർത്തിക്കുകയാണ്, അത് പുറപ്പെട്ടു കഴിഞ്ഞു. The word says it is an action verb saying that it is already begun. ഇത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. When I started reading that, I was rejoicing. ഇത് മെസ്സിയാനിക് പ്രൊഫസിയുടെ ഭാഗമാണ്. It is part of the messianic prophecy. യെശയ്യാവ് എക്സൈലിലേക്ക്, പ്രവാസത്തിലേക്ക് പോകുന്ന ഇസ്രായേൽ മക്കൾക്ക് സംഭവിപ്പാൻ പോകുന്നതിനെ, അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിനെ കണ്ടുകൊണ്ട് പറയുന്നു. Isaiah was talking about people going into the exile and what is going to happen to them afterwards. പക്ഷേ അത് പറയുമ്പോൾ ഒരു പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുക. And Isaiah is presenting it as a present continuous. നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. Even looking at our own lives, the Holy Spirit is saying, എൻ്റെ രക്ഷ നിനക്കായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. and the salvation has begun and delivered to അത് you. നാളെ വരുമെന്നല്ല. It is not saying it will come tomorrow.
നാളെ പുറപ്പെടുമെന്നല്ല, It is not that it will be delivered എന്റെ tomorrow. രക്ഷ നിനക്കായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. And it is saying that salvation is already on the way. ഒരു വേഗ് ഹോപ്പ് അല്ല, It is not a vague hope that is given. എന്റെ രക്ഷ നിനക്കായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. My salvation is on the way. ദൈവത്തിന്റെ നീതി എന്നോട് അടുത്തിരിക്കുന്നു. His righteousness is close to me. ദൈവത്തിന്റെ രക്ഷ എനിക്കായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. My salvation is being delivered on the way to you. ഏറ്റുപറയാൻ ഇന്ന് രാവിലെ എത്ര പേര് How ഒരുങ്ങും? many of you will confess that this morning? ഞാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ, On the things that I'm praying for and desiring, പ്രയാസകരമായ സാഹചര്യങ്ങളിന്മേൽ, on the difficult situations that I am എന്റെ facing, ദൈവത്തിന്റെ രക്ഷ എനിക്കായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. the salvation of my Lord is on my way to deliver ഞാൻ me. ക്ഷീണിച്ചു തളർന്നു പോകയില്ല. I will not be tired and weary. എന്റെ ദൈവത്തിന്റെ രക്ഷ എനിക്കായി പുറപ്പെട്ടിരിക്കുന്നു. The salvation of the Lord is on my way for my deliverance. ഹല്ലേലൂയ, Hallelujah, ഹല്ലേലൂയ. hallelujah. ഇന്ന് രാവിലെ നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? So what are we waiting for this morning? ഒരുപാട് പേഴ്സണൽ ബാറ്റിൽസ് കൂടെ കടന്നു പോകുന്നവരുണ്ടായി. You may be going through personal battles in your life. തകർന്ന ബന്ധങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. You may be going through broken relationships in your life. ആത്മീകമായിട്ട് വലിയൊരു ഡ്രൈ സീസണിൽ കൂടെ പോകുന്ന You may be going through a spiritual dryness in your season. കർത്താവ് അതിനെല്ലാം നോക്കിയിട്ട് പറയുക, The Lord is looking at all those conditions. നിങ്ങളുടെ ബാറ്റിലുകളുടെ മധ്യത്തിൽ, നിന്റെ യുദ്ധങ്ങളുടെ മധ്യത്തിൽ എൻ്റെ രക്ഷ നിനക്കായിട്ട് പുറപ്പെട്ടിരിക്കുക. Among your battles, among your wars, that my salvation is on the way. നിന്റെ തകർന്ന ബന്ധങ്ങളുടെ മധ്യത്തിൽ എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക. In your broken relationship, my salvation is on the way. ആത്മീകമായി നിന്റെ ശുഷ്കമായ അവസ്ഥയുടെ മധ്യത്തിൽ എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക. And when you know that the situation you are spiritually dry, my salvation is on the way. അസ്ഥി താഴ്വരയിലെ യെഹെസ്കേൽ പ്രവാചകനെ കൊണ്ടുവന്നിട്ട് യഹോവയായ കർത്താവിനോട് ചോദിച്ചു, Ezekiel taking him to the valley of the bones, dry bones, and telling him, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? Son of God, will these bones will അവൻ live? പറഞ്ഞു, യഹോവയായ കർത്താവേ, നീ മാത്രം അറിയുന്നു. And he said, Lord, you only know. കണ്ടിട്ട് ഒരു സാധ്യതയില്ലെന്നാ എനിക്ക് When I തോന്നുന്നു. look at these dry bones, I know there is no possibility. കാരണം ഇവ അസ്ഥികൂടങ്ങളല്ല ഈ കിടക്കുന്നത്. These are not skeletons. വെറും അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. These are bones separated and തമ്മിൽ mangled. ബന്ധമില്ലാതെ കിടക്കുന്ന അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ മാത്രമേ These ഉള്ളൂ. are dry bones that have no correlation or not connected to anything. അതുകൊണ്ട് കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാ. And Lord, I don't know. നിനക്ക് മാത്രമേ അറിയൂ. Only you know the condition. ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. അപ്പോൾ കർത്താവ് പറയും, മനുഷ്യപുത്ര, നീ പ്രവചിക്ക്. And the Lord is saying, Ezekiel, I want you to നീ prophesy. കാറ്റിനോട് പ്രവചിക്ക്. Tell the wind. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക. My salvation has been gone on. മനുഷ്യപുത്രൻ പ്രവാചകൻ പ്രവചിക്കാനായിട്ട് തുടങ്ങി. So the prophet started prophesying. കാറ്റ് അതിന്മേൽ ഊതുവാൻ തുടങ്ങി. The wind started blowing on these dry bones. അസ്ഥി അസ്ഥിയോട് യോജിക്കാൻ തുടങ്ങി. The bones started joining with another bone. ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച താഴ്വരെ കണ്ടിട്ടില്ല. He has never seen such a vision in the valley. ഉണങ്ങിയ അസ്ഥികൾ തമ്മിൽ വന്ന് യോജിക്കുവാൻ The തുടങ്ങി. dry bones started connecting to each other. അസ്ഥികൂടങ്ങളുടെ കാഴ്ചകൾ കണ്ടു. He saw the skeleton standing up. മനുഷ്യപുത്രൻ, ഈ പ്രവാചകൻ പിന്നെയും പ്രവചിക്കുക. And the prophet started prophesying again. മാംസവും ത്വക്കും വന്നവ നിറഞ്ഞു. And the flesh and the skin started forming on the അവിടെ skeleton. ജീവൻ ഉണ്ടായിട്ടില്ല. There was no life yet. നാഡീ ഞരമ്പുകൾ വന്നു. And the nerves and the blood vessels started എന്നാൽ forming. ജീവനില്ല. And there is no life yet. മനുഷ്യപുത്ര, പിന്നെയും പ്രവചിക്കുക. And son of man, prophesy again. നാല് ദിക്കിൽ നിന്നും കാറ്റ് കടന്നു വന്നു. From all four directions the wind started blowing. ആ അസ്ഥികൂടങ്ങളെല്ലാം ജീവനുള്ള വലിയ സൈന്യമായിട്ട് And എഴുന്നേറ്റു. those skeletons become an army of God who has life in it. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുക, We are asking ourselves often, ജീവൻ ഉണ്ടാകുമോ? would there be any life? നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ മേൽ ഒരു പുതിയ ജീവൻ ഉണ്ടാകുമോ? In your particular situation, will there be a situation of life? എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക. But the Lord saying, my salvation has അവന്റെ been നീതി given. അടുത്ത് വന്നിരിക്കാന്ന് മാത്രമല്ല, Not only his righteousness are near, അവന്റെ രക്ഷ his പുറപ്പെട്ടിരിക്കുകയാണ്. salvation is on the way to us. ഹല്ലേലൂയ, Hallelujah, hallelujah. അടുത്തതായിട്ട് നമ്മൾ കാണുക ആ വാക്യത്തിൽ തന്നെ, In the same verse we see next.
എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. My arm will bring justice to the nations. കർത്താവിന്റെ കരത്തിന്റെ ശക്തിയാ. And that is the strength of his arm. കർത്താവിന്റെ കരത്തിന് എത്ര ശക്തി ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. How much strength does he have? His arm has. What do you think? യഹോശഫാത്ത് രാജാവ് പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു. Jehoshaphat, as he was praying to the Lord. നമ്മൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ കാണുന്നതാണ്. We see in 2 Chronicles chapter 20. അവിടെ ആ പ്രാർത്ഥനയിൽ യഹോശഫാത്ത് രാജാവ് പറയുക. In his prayer, King Jehoshaphat is saying, കർത്താവേ, ഈ വരുന്ന ജനത്തോടൊന്നും എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. And we cannot go against this mighty army. അമ്മോന്യരും മോവാബ്യരും മെയൂന്യരും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ The വന്നിരിക്കുന്നു. Ammonites and the Moabites, they all coming together against ഞങ്ങളാണെങ്കിൽ ഒരു us. കൊച്ചു ദേശമാണ്. We are a small country. ഒരു കൊച്ചു കൂട്ടം സൈന്യം മാത്രമേ ഞങ്ങളുടെ We only have a small army. ഞങ്ങൾക്ക് അതുകൊണ്ട് അവരോട് എതിർപ്പാൻ ശക്തിയില്ല. Because of that, we are not able to fight this big പക്ഷെ army. ഒരു കാര്യം ഞങ്ങൾക്കറിയാം. But one thing we know for sure. ആർക്കും എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ കരത്തിനുണ്ട്. We know that nobody can destroy the power and the might you have in your arm. ഹല്ലേലൂയ. Hallelujah. അവന്റെ കരത്തിന് എത്ര ശക്തിയുണ്ട്. How strong is his arm? ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നു. He is the one collecting the dust of the earth in his hands. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ. He is the one measure the breadth of the sky in the measuring stick. സകല ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ. He is the one gives food to every living creature. അവന്റെ കരത്തിന്റെ ശക്തി കുറച്ചു കാണുവാൻ ഇടയാകരുത്. And I pray that you will not hate to see or see the lacking of his strength. ശക്തിയുള്ള കരമാണ്. His arm is a powerful arm. എൻ്റെ ഭുജങ്ങൾ കർത്താവ് പറയുക, അവന്റെ അതോറിറ്റിയെ കുറിച്ച് പറയുന്ന, അതിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയുന്നു. The Lord is talking about his authority. He's talking about his arm. ഹല്ലേലൂയ. Amen. യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Isaiah 52 verse 10 we read, സകല ജാതികളും കാണുക യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. The Lord will lay bare his holy arm in the sight of all the nations, and all the ends of the earth will see the salvation of our God. ഹല്ലേലൂയ. Amen. എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക. And my salvation is on the way. കർത്താവ് പറയുന്നത്, ഈ തകർന്നു കിടക്കുന്നിടത്ത് കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കാൻ പോവുകയാണ്. He's saying all the broken pieces I'm going to put together. ഇന്ന് രാവിലെ അത് വിശ്വസിക്കാൻ പറ്റുമോ? And can you believe that this morning? ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? Can you accept that and confess? എൻ്റെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളെ കർത്താവ് ഒന്ന് പണിയാൻ പോകുന്നു. Lord, the broken parts of my life, I want you to build it. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കാൻ പോവുകയാണ്. And from the ashes you're going to bring stones. തകർന്ന അവസ്ഥകളിൽ നിന്ന് ദൈവത്തിന്റെ സ്തുതി ഉയരാൻ പോവുകയാണ്. From the broken places the praises of God is going to come up. കഴിഞ്ഞ നാളുകളിൽ അത് കണ്ടിട്ടുണ്ടോ? Have you seen that, experienced that in the past? തകർച്ചകളിലൂടെ പോയപ്പോൾ, when you went through brokenness in your life, ഇതെന്താകുമെന്ന് ചഞ്ചലിച്ച സമയങ്ങളിൽ, when you were perplexed and said what will happen, അതിൽ നിന്ന് ദൈവത്തിന് സ്തുതി ഉയരുവാൻ ഇടയായത്. and think about those praises that you came out of those broken places. അവന്റെ ഭുജത്തിന്റെ ശക്തി നമുക്ക് ഏറ്റുപറയാം. Let us acknowledge the strength of his arm. ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കുകയില്ല. I will not trust in human beings. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മനുഷ്യനിൽ ആശ്രയിക്കുകയില്ല. Psalmist says, I will not trust in humans. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ What can mere man do to me? ഹല്ലേലൂയ. Hallelujah. എൻ്റെ കർത്താവിന്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord's arm is continuing to work. ഹല്ലേലൂയ. Hallelujah. അവന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. His salvation is on the way. അവന്റെ ഭുജം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. His arm will bring justice. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, as we are listening to this word this morning, തകർന്നു കിടക്കുന്ന ചില യാഗപീഠങ്ങൾ പണിയപ്പെടട്ടെ. There are some broken altars that needs to be rebuilt. തകർന്നു കിടക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാകട്ടെ. There are some broken lives that the experience need to change. കർത്താവിന്റെ അദൃശ്യമായ കരത്തിന്റെ പണിക്കായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Will you surrender for his unseen arms to work on your behalf? He will set everything right in our lives. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നവൻ അവനാണ്. അവനെല്ലാം നേരെയാക്കുന്ന ദൈവമാണ്. He is the one sets everything straight. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. There is no confusion in the presence of God. കൺഫ്യൂഷനും ഡിസോർഡറും പിശാചിന്റെ കിങ്ഡത്തിന്റെ ഭാഗമാണ്. Confusion and disorder is part of the devil's kingdom. എന്നാൽ ഓർഡറും നിശ്ചയമായിട്ടുള്ള കാര്യങ്ങളും ക്രമവും ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമാണ്. Order and discipline is part of God's kingdom. നമ്മുടെ ജീവിതത്തിലെ ഏത് ഭാഗത്താണ്? We are on which side?
തകർച്ചയിൽ ഒരു പണി ആവശ്യമായിരിക്കും. If there is a work needs to be happening in the brokenness. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, എൻ്റെ കരം it's going to set things right. The Holy Spirit is saying that He is going to set things right in your life. Hallelujah. Amen. അനേകർക്കും അറിഞ്ഞുകൂടെ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നതെന്ന് അല്ലേ? Many of you may not know what you're waiting on. എനിക്കും അറിഞ്ഞുകൂടാ പലപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്. Sometimes I don't even know what I'm waiting on. ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളുണ്ട്. There are things that I'm praying. ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. There are things that I desire. ഒരുപക്ഷെ ഞാൻ കാത്തിരുന്നാലും അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. Even though when I'm waiting on things, it may not happen the way I want it. പക്ഷേ കാത്തിരിക്കുമ്പോഴെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം, But there is one thing I often say as I'm waiting. എൻ്റെ ദൈവം നല്ലവനാ. My Lord is good. അവന്റെ ആത്യന്തിക നന്മയെ ഞാൻ ഏറ്റുപറയാറുണ്ട്. I recognize His blessings. അവൻ തിന്മയൊന്നും ചെയ്യുകയില്ലാത്തവനാ. He will never do anything wrong in my life. നന്മ മാത്രം He will ചെയ്യുന്നവനാണ്. only do what is good. നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലാത്തവൻ. He is the one who would do never anything others unrighteous. നന്മ മാത്രമേ അവൻ Only ചെയ്യുകയുള്ളൂ. He will do righteous things in our life. എൻ്റെ നാളുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നൊന്നുമില്ല. Our tomorrows may not be like we would desire. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി ഉണ്ടാകണമെന്നുമില്ല. My prayers may not be answered the way I ask. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. But one thing I know for sure. നന്മ മാത്രം ചെയ്യുന്ന ഒരുവനെ എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. But I surrender my life to do only what is good for me. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള നല്ല കാര്യം. It doesn't matter if my desire is being fulfilled. അവനിൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? Am I able to trust Him? What the consequences? നിശ്ചലമായിരിക്കുമ്പോഴും അവനിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? When everything is quiet, am I able to trust Him? തകർന്നു കിടക്കുന്ന അവസ്ഥകളെ നോക്കിക്കൊണ്ട് അവനിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? When I look at my broken life, and am I able to trust Him? Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുക, നാലാമത്തെ കാര്യം, ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. The fourth thing, the Lord saying, the islands will look to me. You know, coastlands will wait for me. Islands will wait for me. ദൂരെയുള്ള സ്ഥലങ്ങൾ എനിക്കായിട്ട് കാത്തിരിക്കും. He's saying the distant lands are waiting for me. അടുത്തുള്ളവർ മാത്രമല്ല അവനെ കാത്തിരിക്കുന്നത്. Not only for those who are near. സകല ജീവികളും നിന്നെ നോക്കി കാത്തിരിക്കുക. Every human life that is looking at you. നീ തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. When you open your arms, they are all fed. നീ നിന്റെ കരത്തെ അടയ്ക്കുമ്പോൾ അവർ ഭ്രമിച്ചു പോകും. And when you close your arms, they are afraid. അടുത്തുള്ളവർ മാത്രമല്ല, Not only those who are close to us. ദൂരത്തുള്ളവരും അവനെ കാത്തിരിക്കുകയാണ്. All those who are distant, far away, they are waiting on Him. എല്ലാവരും അവനെ കാത്തിരിക്കുകയാണെങ്കിൽ, Every living creature is waiting on Him. ലോകം മുഴുവൻ അവനെ The കാത്തിരിക്കുകയാണെങ്കിൽ, whole world is waiting on Him. നമ്മൾ എത്ര അധികമല്ലേ? And how much more are ഈ we? ദൈവത്തെ അറിയുന്നവരായി നാം എത്രയധികം. Those who know Him, how much more we are blessed. ഹല്ലേലൂയ. Hallelujah. മറ്റുള്ളവർ കാത്തിരിക്കുന്നെങ്കിൽ നമ്മൾ എത്രയധികം കാത്തിരിക്കണം. And if others are waiting, how much more we should be waiting. അപ്പം ദൈവത്തിന്റെ ഭുജത്തിനായിട്ട് നമ്മൾ ഇന്ന് കാത്തിരിക്കുകയാണെങ്കിൽ, If you're waiting on the arm of the Lord to work on your അത് behalf, നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നെങ്കിൽ, if you are confessing that and acknowledging that, നമ്മൾ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ, അവന്റെ രക്ഷയുടെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. we will see the righteousness of God, the hand of God working miraculously in your എന്റെ life. നീതി സമീപമായിരിക്കുന്നു. My righteousness is near to you. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. My salvation is on the way to you. എന്റെ ഭുജം കാര്യങ്ങൾ നേരെയാക്കുന്നു. My arm will keep things straight. ദ്വീപുകൾ പോലും ദൂരത്തുള്ളവർ പോലും എനിക്കായി കാത്തിരിക്കുന്നു. Even the islands are looking and waiting on me. എത്ര അകലെയാന്ന് തോന്നിയാലും, Regardless of how far you are, അവനെ കാത്തിരിക്കാം. let us wait on the Lord. ഇന്ന് രാവിലെ അങ്ങനെയുള്ളവർക്ക് പോലും കാത്തിരിക്കാൻ അവകാശമുണ്ട്. You know, even those who are just people like all of us have the right to wait on ഇന്ന് Him. രാവിലെ നമുക്ക് അവനോട് പറയാം, This morning, let us ask Him, കർത്താവേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുക. Lord, I'm waiting on you. ഹല്ലേലൂയ. Hallelujah. എത്ര വലിയ ട്രയൽസിൽ കൂടെ പോവുകയാണെങ്കിൽ, Regardless of how big of a trials you go ഒരുപക്ഷെ through. ചിലരുടെ ജീവിതത്തിൽ ഒരു സീസൺ ഓഫ് ട്രയൽസ് ആയിരിക്കും ഇത്. Some people may be going through a season of trials. ആഗ്രഹിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. Not like you desired, things are not going. ആ സീസണിൽ കൂടിയാ പോകുന്നെങ്കിൽ, If you're going through that season in your life, പറയാം, let us confess, കർത്താവേ, നിന്റെ ഭുജത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. Lord, I'm waiting on your arm to work.
വേറെ ഒന്നും എനിക്ക് കാണാനില്ല. I don't see anything else. എന്നാൽ നിന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe your salvation is on the way. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞേ. Everybody confessing and കർത്താവേ, acknowledging, നിന്റെ രക്ഷ എനിക്കായി പുറപ്പെട്ടിരിക്കുന്നു. Lord, your salvation is on the way നിന്റെ to me. നീതി എനിക്ക് Your സമീപമായിരിക്കുന്നു. righteousness is close to നീ me. എന്റെ ജീവിതത്തെ നേരെയാക്കുന്നു, പണിതെടുക്കുന്നു. You're going to set my life straight and rebuild it. ഒരുപാട് വശത്തു നിന്ന് കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മളെ ഇങ്ങനെ ഞെരുക്കുന്നുണ്ടെങ്കിൽ We may be crushed by our troubles all around. ഇന്ന് രാവിലെ ഈ വചനം നമുക്ക് ഏറ്റുപറയാം. But let us acknowledge and confess this word. കർത്താവേ, ഞങ്ങൾ ഏതിനായി കാത്തിരിക്കുന്നു? Whatever things I'm waiting on, Lord, നിന്റെ രക്ഷയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. I will wait on your salvation. നിന്റെ കരത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ I will കാത്തിരിക്കുന്നു. wait on the mighty hand to work അത് on my behalf. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനായി സ്തോത്രം. I thank God because you're working on behalf of me. ഒരുപാട് വയലന്റ് സ്റ്റോംസ് നമ്മുടെ ജീവിതത്തിന് നേരെ If your ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. violent storms are coming against your life, ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നതെങ്കിൽ, if things are happening in your life that you did not നമ്മുടെ desire, പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് പലതും if സംഭവിക്കുന്നതെങ്കിൽ, things are happening contrary to your ഈ expectation, വയലന്റ് സ്റ്റോംസിന്റെ ഇടയിലും അവന്റെ കരമുണ്ട് കേട്ടോ. even among this violent storm, your hand, God's ശിഷ്യന്മാരോട് hand is, കർത്താവ് ചോദിച്ചു, God asked the disciples, നിങ്ങൾ ഭയപ്പെടുവാൻ എന്തേ? why are you നിങ്ങളുടെ afraid? വിശ്വാസം എവിടെയാ? Where is your trust in the Lord? കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിന് മുമ്പേ അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. Before he told the wind and the storm to stop, he cast their doubt. ഒരുപക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ കാറ്റുകളെ ശാസിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവിശ്വാസത്തെ ശാസിക്കണം. So we know our unbelief needs to be casted out before we talk about നമ്മുടെ the problem. സംശയങ്ങളെ ശാസിക്കണം. Our disbelief we need to come against. ഞാൻ നിന്റെ സമീപത്തുണ്ടായിരിക്കെ, As I am close to you, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കെ, as I am very near to you, മകനെ നീ അവിശ്വസിക്കുവാൻ എന്ത്? why are you not trusting me? ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. His presence is with us. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾക്കെതിരെ, And all the big storms that comes against us. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എല്ലാവരും എന്നെ കൈവിട്ടു? If any of you think everybody has abandoned me, ആരും എൻ്റെ കൂടെ ഇല്ല, nobody is with me, അവന്റെ ഭുജം നമ്മെ മറയ്ക്കുന്നുണ്ട്. His hand is protecting us. അനാഥരാണെന്ന് നമ്മൾ തോന്നുമ്പോൾ, When we think we are orphans, ഏറ്റവും അധികമായിട്ട് അവനോട് നമ്മൾ അടുക്കുകയാണ്. as we are drawing closer to him. വലിയ ഫ്രണ്ട് സർക്കിളും അതിൻ്റെ നെറ്റ്വർക്കും അതിനകത്ത് വെറുതെ ഇങ്ങനെ നമ്മൾ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ ആവശ്യം തോന്നത്തില്ല. When we see all the friends and networks and we are dependent on all of them, we don't see the need for God. എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ വരുമ്പോൾ, When you feel like you're isolated and rejected by all, നമുക്ക് ഓടിപ്പോകാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. there is only one place we can run to. നമ്മളെ കാണുന്നവരില്ല, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവരാരുമില്ല. Our friends are no longer there. ശരണം എനിക്ക് പോയിരിക്കുന്നു. My hope is gone. എങ്കിലും നിന്റെ വചനം ഞാൻ മറക്കുന്നില്ല. But I will never forget words. കർത്താവേ, ഞാൻ നിനക്കായിട്ട് പ്രത്യാശിക്കുന്നു. Lord, I will trust in you. എല്ലാവരും ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? Even though if any of you feel like everybody has abandoned പ്രശ്നങ്ങൾ you, എന്നെ അതിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ ആയിരിക്കുന്നത് പറയുന്ന ആരെങ്കിലും if ഉണ്ടോ? you see that you are pressured in the midst of all that ഒരു വല്ലാത്ത കൊടുങ്കാറ്റന്റെ ജീവിതത്തിന് നേരെ അടിച്ചോണ്ടിരിക്കുന്നത് പറയുന്ന if ആരെങ്കിലും you ഉണ്ടോ? say that there's a great storm upon my life, ഒറ്റ മറുപടിയേ ഉള്ളൂ, there is only one response: അവനായി കാത്തിരിക്കാം. wait on the Lord. അവന്റെ നീതി സമീപത്തുണ്ട്, His righteousness is near, അവന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുക, His salvation is on the way, അവന്റെ ഭുജം നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ നേരെയാക്കി, and His arm will bring closure and strength to you. അവനായിട്ട് നമുക്ക് കാത്തിരിക്കാം. Let us wait on the Lord. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. Let us close our eyes and pray. നമ്മുടെ നിലകളെ ദൈവസന്നിധിയിൽ വണക്കാം. Let us raise our hands to the Lord. കർത്താവിനോട് ഇന്ന് പകൽക്കാലം നമുക്ക് Let പ്രാർത്ഥിക്കാം. us ask the Lord this morning. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everybody pray. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Raise your voices and pray. വിശ്വാസത്തിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് And പ്രാർത്ഥിക്കാം. confess these words of encouragement. ഒരു മടുപ്പോടെ ആരും ഈ സാങ്ച്വറിയിൽ നിന്ന് പോകാനിടയാകരുത്. And I pray that nobody will leave with a heavy heart. എല്ലാവരും വിശ്വാസത്തിന്റെ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പോകണം. And everybody will claim these words for yourself. എന്റെ ദൈവത്തിന്റെ നീതി എനിക്ക് സമീപമായിരിക്കുന്നു. And my God's righteousness is near me. അവന്റെ രക്ഷ എനിക്കായി പുറപ്പെട്ടിരിക്കുന്നു. His salvation is on the way to me. ദിവസങ്ങളിൽ ഞാൻ കാണാൻ പോവുകയാണ്. I'm going to see that salvation അത് these കണ്ട് days. ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റാൻ പോവുകയാണ്. I'm going to see that and praise God these days. അവന്റെ ഭുജം എന്റെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ His പോവുകയാണ്. hand is going to make things right in my life. അതുകൊണ്ട് ഞാൻ അവനായി കാത്തിരിക്കുകയാണ്. Because of that, I will wait on the Lord. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, thank you for your words this morning, Lord. If any of us going through that difficulty that we described this morning, Lord,
when they feel like you're distant in their lives. Any of you listening, any of them listening to us online, Father, they're going through trials and tribulations where they don't see tomorrow, they don't see any hope. Father, your arm is right next to us to give us deliverance, oh God. Amen. Your righteousness is near to us, oh God. Thank you, And your salvation is on the way. Help us to Hallelujah. trust your word, Lord, just like Ezekiel said. Would these dry bones rise up? But Father, your word was that by your power, impossible dry things are bone, made possible, Lord. everything that Father, is you are scattered sovereign over our lives, oh and God. disordered. We continue to trust you for Yes. every situation. In Hallelujah. our pain, in our suffering, in our longing for you, Lord. Help us not to give up hope, but continue to trust you, Father. Thank you for enabling your servant to bring the word to us this morning. Thank you, Father, for what you're going to do in our lives. Help us to continue to wait on you, Father. We love you, we praise you, we honor you. You alone are worthy of our praises. In Jesus Christ, Lord's precious name, we pray. Amen. Amen. Thank you, sir.